എന്താണ് ഈ ബ്രഹ്മചാരി? നമ്മുടെ ഉപനിഷത്തിലൊക്കെ തന്നെ ബ്രഹ്മചാരിയെ പല സന്ദർഭങ്ങളിൽ അഗ്നിക്ക് സമനായിട്ട്, അഗ്നി തുല്യനായിട്ടൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി എന്ന് ഇപ്പം അർത്ഥമെടുക്കുക. നമ്മുടെ ഇന്ദ്രിയങ്ങൾ പക്വമല്ലാതിരിക്കുന്ന സമയങ്ങളിൽ അപക്വമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കാതെ അതിനെ നിയന്ത്രിച്ച് ബുദ്ധിയെ സൂക്ഷ്മമാക്കി ഏകാഗ്രമാക്കി ജീവിത വിജയത്തിന് ഉപയോഗയോഗ്യമാക്കാൻ വേണ്ട വിധത്തിൽ നമ്മെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ ഒരു ചുവടുവയ്പ് തന്നെയാണ് ബ്രഹ്മചര്യം. അതിൽ മനസ്സിൻ്റെ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ ശുദ്ധിയെ പൂർണ്ണമായിട്ടും നമ്മൾ നിലനിർത്തുക എന്നുള്ളത് ഒരു സാമാന്യ അർത്ഥം ഇപ്പം ഗ്രഹിച്ചാൽ മതി. നമ്മുടെ ഇന്ദ്രിയങ്ങൾ അതിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിന് അനുസരിച്ച് ഒഴുകാതെ അതിനെ ബലപ്പെടുത്തി നമ്മിൽ തന്നെ നിർത്തുക എന്നുള്ള രീതിയിൽ ബ്രഹ്മചര്യം പരമപ്രധാനമായിട്ട് എല്ലാവർക്കും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ബ്രഹ്മചര്യത്തിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഈ അധ്യായത്തിൻ്റെ ആരംഭം മുതൽ ഈ 11 മുതൽ 15 വരെ അധ്യായങ്ങളിൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഈ 4 വർണ്ണങ്ങളിൽപ്പെട്ടവർക്ക് ഓരോരോ കർമ്മങ്ങളെ വേദം, ഈ സ്മൃതി ഗ്രന്ഥങ്ങൾ വിധിക്കുന്നുണ്ട്. അത് ആത്മജ്ഞാനത്തിലേക്കുള്ള ഒരു പ്രവേശനത്തിന് വേണ്ടിയിട്ടല്ല, സാമൂഹിക ജീവിത ക്രമത്തിന് വേണ്ടി അത് എങ്ങനെയായിരിക്കണം എന്നുള്ള രീതിയിലാണ് അതിനെ തരംതിരിച്ചിരിക്കുന്നത്. അത് ഇന്നത്തെ സമൂഹത്തിൽ നമുക്കത് ആവശ്യമില്ല. കാരണം ഒരു ബ്രാഹ്മണൻ്റെ പുത്രൻ അവരുടെ കുല തൊഴിലനുസരിച്ചുള്ള വൈദിക കർമ്മങ്ങൾ അല്ലെങ്കിൽ വേദ അധ്യയനം, അതിൻ്റെ സ്വാധ്യായം, അതിൻ്റെ പഠനം, പഠിപ്പിക്കൽ ഇത് മാത്രമാകരുത്. അങ്ങനെ ആയിപ്പോയിരുന്നുവെങ്കിൽ ഒരിക്കലും ഇവിടെ ഒരു വിധത്തിലുള്ള പുരോഗതി ഉണ്ടാകുകയില്ലായിരുന്നു. ബുദ്ധിക്കനുസരിച്ച്, ശേഷിക്കനുസരിച്ച്, കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് തൻ്റെ കർമ്മങ്ങളിലും തൻ്റെ ജീവിതത്തിലും മാറ്റമുണ്ടാക്കിയെടുക്കണമെന്നുള്ളൊരു ചിന്ത ഏത് കാലത്തിലുണ്ടോ അന്ന് ഉണ്ടായോ അന്ന് മുതലാണ് ഭാരതത്തിന് അത്ഭുതകരമായ വികാസം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ വർണ്ണങ്ങളിലും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കർമ്മങ്ങളെ മാത്രം ചെയ്യുക എന്നുള്ള ഒരു യുക്തി നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വീകരിക്കാൻ പറ്റുകയില്ല. ഒരാൾ ബ്രാഹ്മണനായി ജനിച്ചതുകൊണ്ട് മാത്രം ബ്രഹ്മജ്ഞാനി ആകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണൻ എന്നുള്ള അർത്ഥത്തിൽ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതി ബ്രാഹ്മണൻ ജനനം കൊണ്ടാണ് ബ്രാഹ്മണൻ എന്നുള്ള ഒരു നിശ്ചയത്തെ ശാസ്ത്രം അംഗീകരിക്കുന്നില്ല എങ്കിലും സമൂഹവും മഹാഭാരതത്തിലെ പല സന്ദർഭങ്ങളും അംഗീകരിച്ചിരിക്കുന്നത് ജന്മം കൊണ്ട് ജാതി നിശ്ചയിക്കുന്നു എന്ന് തന്നെയാണ്. പക്ഷെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ അത് നമുക്ക് സ്വീകാര്യയോഗ്യമേ അല്ല.